നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ encourage you, please. Oh,
ആഘോഷങ്ങളുടെ ഈ ദിവസം, നമ്മുടെ ഒത്തുചേരലിൻ്റെ ഈ ദിവസം, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കുമായി ആർത്തുല്ലസിക്കാൻ, ചിരിച്ചർമാദിക്കാൻ പിതൃവേദി അവതരിപ്പിക്കുന്ന ഹാസ്യദൃശ്യാവതരണം തകർന്നുടഞ്ഞ കിനാവുകൾ. അതെ അതെ അതെ, ഗംഭീരമായിരുന്നു. വിളിച്ചവരെല്ലാം വന്നു. പിന്നെ വർക്കിച്ചന്റെ ഒരു കുറവുണ്ടായിരുന്നു. എന്നെ പറ്റി ആരേലും വല്ലതും പറഞ്ഞാർന്നോ? പറഞ്ഞോന്നോ, കുറെ നേരം വർക്കിച്ചിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അത് പോരാണ്ട വന്നപ്പം വർക്കിച്ചിന്റെ തന്തേനെയും തള്ളേനെയും എല്ലാം പറഞ്ഞു. എന്തു രസമായിരുന്നു അറിയാമോ? അപ്പൊ ഞാൻ വരാഞ്ഞത് നന്നായി. പിന്നെ വന്നു ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതെ നാറുന്നത്. അല്ല പിന്നെ. ഏലമ്മേ, എടി ഏലമ്മേ. ചായ ഈ രണ്ടുപേരല്ലേ ഏതെങ്കിലും ഒന്ന് തൊട്ടേ. ഇത് തൊടണോ ഇത് തൊടണോ? തോട്. അല്ല ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഇത് തൊടണോ തോട്. അല്ല ഞാൻ അതങ്ങനെ. ഭാഗ്യവാനെ, ഒറ്റയടിക്കല്ലേ 10,000 രൂപ ലാഭിച്ചത്. അതെങ്ങനെ? ഈ വിരലായിരുന്നു തൊട്ടതെങ്കിൽ എനിക്ക് 20,000 രൂപയുടെ സാരി വാങ്ങി തരണമായിരുന്നു. ഇതിപ്പോ ഈ വിരലായതുകൊണ്ട് 10,000 രൂപയുടെ സാരി മതി. ഭാഗ്യവാൻ. കള്ള. അവര് വിളിച്ചായിരുന്നോ? മോരും കരിമീനും ഒക്കെ ഇങ്ങെത്താറായി. അല്ല, മോളും മരുമോനും ഒക്കെ ഇങ്ങെത്താറായി. നമ്മുടെ കുഞ്ഞുമോളും ജോയിമോനും ഗ്ലാമറിന്റെ കാര്യത്തിൽ കട്ടയ്ക്ക് കട്ടയാന്ന് എല്ലാരും പറഞ്ഞേ. പക്ഷെ പൊക്കത്തിന്റെ കാര്യത്തിന് കട്ടയുടെ പുറത്ത് കയറിയെന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. ശരിയാ, ഇച്ചിരി പൊക്ക കുറവുണ്ട്. അത് കുഴപ്പമില്ലടി. ബെൻസും BMW ഒക്കെ ഓടുന്ന റോഡിലൂടെ തന്നെയല്ലേ നാനോ കാർ ഓടുന്നത്. നമ്മുടെ കുഞ്ഞുമോൾ ഏതായാലും ഭാഗ്യവതിയാ. ഒരു നാനോ ചെറുക്കനെങ്കിലും കിട്ടിയല്ലോ. അതെ, എനിക്ക് കിട്ടിയ പോലെ ഉന്തുവണ്ടി ആയില്ലല്ലോ. ജോയിമോൻ ആദ്യമായിട്ട് വരുമ്പോ നമ്മൾ അവനെ ഒന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കാനാണെങ്കിൽ ഒരു ഗുണ്ട് മേടിച്ചങ്ങ് പൊട്ടിച്ചാലോ? എടി വിഡ്ഢി, ചെറുക്കനെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവനെ എന്നാ കൊടുക്കും? എനിക്കുള്ളതെല്ലാം അവനുള്ളതല്ലേടി. നിങ്ങളുടെ ചുമയും ഷുഗറും കൊളസ്ട്രോളും കിട്ടിയിട്ട് അവൻ എന്നാ കാണിക്കാനാ? അതൊന്നും അല്ലടി. നമ്മുടെ തറവാട്ടുകാർ തലമുറകളായി കൈമാറി വന്ന ആഴക്കടലിന്റെ അടിത്തട്ടിലിട്ട് തണുപ്പിച്ച് 150 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വില കൂടിയ സിംഗിൾ മാൾട്ട് വിസ്കി. എന്നാൽ ഒരു സത്യം ഞാൻ പറയാം, കല്യാണം കൂടാൻ വേണ്ടി മാത്രമല്ല, ഇന്നീ വിശേഷപ്പെട്ട കുപ്പി പൊട്ടിക്കുമ്പോ അതിന്നൊരു പെഗ്ഗെങ്കിലും കുടിക്കാൻ വേണ്ടിയാ വിദേശത്തുനിന്ന് വരെ അളിയന്മാരും അമ്മാവന്മാരും വന്നിരിക്കുന്നത്. വിസ്കി കൊതിയന്മാര്. നീ വർത്താനം പറഞ്ഞു നിൽക്കാതെ പോയി ടച്ചിങ്സിലുള്ള മീൻ പൊരിക്ക്. മീൻ പൊരിച്ചത് മുഴുവൻ നിങ്ങളുടെ തള്ള എടുത്ത് തിന്നു. തള്ളേ,
ഈ കലത്തിന്റെ മുകളിലിരിക്കണ മീൻ വറുത്തത് ഞാനെടുത്ത് കഴിച്ചോട്ടെ. എന്റെ പൊന്നോ, അത് മീൻ വറുത്തതല്ല, തുരുമ്പ് പിടിച്ച പിച്ചാത്തിയാ. എടാ, ആ പഴം തന്നെ കളവാണോ? എന്റെ കർത്താവേ, മീൻ വറുത്തത് തീർന്ന കാരണം കുഞ്ഞു പിള്ളേരുടെ കൂടെ പഴത്തിന് വേണ്ടി ഇടി ഉണ്ടാക്കുവാന്ന് എനിക്ക് തോന്നുന്നേ. ശോ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ അമ്മച്ചി, മോഹൻലാൽ അടിപൊളിയായിരിക്കുന്നു. അത് മോഹൻലാൽ അല്ല, മോഹൻ തല്ലി വീണപ്പോ മൂക്ക് പ്ലീങ്ങി പോയതാ. ആണോ? അമ്മച്ചി, വിട് വിട് വിട്. ഇവര് മരുമോന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തും. നീ പോടി. അന്ന് ആ അഗതി മന്ദിരത്തിൽ നിന്ന് സംഭാവന ചോദിച്ചു വന്നപ്പോ ഇവരെ അങ്ങ് സംഭാവനയായിട്ട് കൊടുത്താ മതിയായിരുന്നു. എടീ, എന്റെ കെട്ടിയോൻ കൊച്ചു പറയതിന്റെ സംഭാവനയാണ് ഈ നിക്കണ നിന്റെ കെട്ടിയോൻ എന്ന കാര്യം നീ മറക്കരുത്. ഈ സമയത്താരാണ് ചൂടൻ ചായ ആയിട്ട് വന്നിക്കണത്? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് എനിക്ക് തന്നെ. ഓ, അത് ജൂടച്ചായനെ വിളിച്ചതാ, അങ്ങേരുടെ കൂട്ടുകാരൻ ആൽവി. നിനക്ക് തന്നെ പറ്റിയതാ. ഞാൻ തോരണം അഴിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഇതൊരു മാരണം ആയി. ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് ഊരണം. ശ്വാസം മുട്ടി ചാവാൻ പോകുമ്പോഴാ അവന്റെ ഒരു പ്രാസ കോമഡി. നീ ആൽവി അല്ലടാ, പിന്നെ തോൽവി തോൽവി. വിസിലടിച്ചു, ഞാൻ പോവാ. കണ്ട ആരാണ്ടും വന്ന് വിസിലടിക്കാൻ കാത്തു കയറുന്ന നിന്റെ പെണ്ണും പുള്ള കൂടെ ഇറങ്ങി പോകാൻ. എന്റെ അമ്മച്ചി, അത് ഇറച്ചി വെന്തപ്പോ കുക്കർ വിസിലടിച്ചതാ. ഇറച്ചി വെന്താ എന്നാ ഞാനും പോണ്. എടീ, അത് തിന്നു തീർക്കല്ലേടി. ചേട്ടായി, സംഗതി എപ്പോ എത്തും? മോളും മരുമോനും പുറപ്പെട്ടിട്ടുണ്ട്. ഓരോ കാര്യല്ല, 150 കൊല്ലം പഴക്കമുള്ള ആ വില കൂടിയ വിസ്കി അതെന്റെ മരുമോൻ ജോയിയുടെ കൈകൊണ്ടേ തുറക്കും. രണ്ടളിയന്മാരും അമ്മാവനും കൂടെ ബാങ്ക് ലോക്കറിൽ നിന്ന് കുപ്പിയെടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ഞു കൊണ്ടുവരും. ഇങ്ങോട്ട് സൂക്ഷിച്ച്. കർത്താവേ, വരുന്ന വഴിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അളിയൻ തോക്കുമായിട്ട് മുമ്പേ നടന്നുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവര് വരുന്നവരെ കാക്കണോ? നമുക്ക് ഓരോന്ന് അടിച്ചാലോ? അത് ശരിയാ. തൊട്ടുപോകരുത്. കുഞ്ഞുമോളും എന്റെ പുതിയ മരുമകൻ ജോയ് മോനും വന്നതിന് ശേഷമേ ഞാനത് പൊട്ടിക്കൂ. എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. കുഞ്ഞുമോളും ജോയ് മോനും വന്നേ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ നിന്നാണേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. എന്റെ അളിയാ ജോയ് മോനെ, വായിട്ട് മോനെ, നിനക്ക് വേണ്ടി നമ്മൾ ഈ കുപ്പിയും വെച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ഉമ്മ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുമോള് പോലും തന്നിട്ടില്ല ഇത്രേ ഉമ്മ. കുളിര് കോരിപ്പോയി. മാറി നിക്ക്, ചെക്കൻ ഇച്ചിരി ഏറ് കിട്ടട്ടെ. ഏറ് കിട്ടാൻ ചെറുക്കൻ എന്താ കൊടിച്ചിപ്പട്ടിയോ? നിർത്തടാ. വീട്ടിൽ കയറി വരുന്ന മരുമോനോട് ഇങ്ങനെയാണോടാ പെരുമാറുന്നത്? അതെ. ജോയ് മോനെ, കാര്യമാക്കി എടുക്കരുത് കേട്ടോ. ഇതൊക്കെ ഫാമിലിയിലുള്ള കോമഡിയാ. അപ്പച്ചാ, കണ്ടോ, മരുമോനെ കിട്ടിയപ്പോ എന്നെ ആരും നോക്കാതായി. വരുന്ന വഴിക്ക് നാട്ടിലെ സകല ആമ്പിള്ളാരും ഓട്ടോക്കാരും ലോറിക്കാരും ഒക്കെ നോക്കിയത് പോരെ, ഇനി ഇവരും കൂടെ നോക്കണോ? ഈ ചായൻ ഇങ്ങനെ അബു സലീമിനെ പോലെ ഭയങ്കര കോമഡിയാ. താങ്ക് യു. ഞാൻ പോയി എന്തേലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. കുറച്ച് ഐസും കൂടി എടുത്തോ. ആമ്പിള്ളേർ ഇങ്ങനെയാ. പിന്നെ എന്നൊക്കെ ഉണ്ട് വിശേഷം? മോനെ പറ, നിനക്ക് എന്നാ വേണ്ടേ? പറയടാ, എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? അമ്മാവൻ എന്നായിരുന്നു പണി? മിലിറ്ററിയിലായിരുന്നു. ഇപ്പൊ KKU ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്ററാ. KKU? കൊച്ചിൻ കോമാള യൂണിയൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ. അമ്മാവൻ എത്ര മെസ്സേജ് അയച്ചാലും ഒരു പട്ടി പോലും തിരിച്ചയക്കൂല. ജോയ് മോനെ, ജോയ് മോനെ.
ഇതെന്നാ കാട പറയൂ. പിടിച്ചു മാറ്റ്. പിടിച്ചു മാറ്റ്. അയ്യോ ജോയ് മോന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ അമ്മച്ചി. ആ അമ്മച്ചിക്ക് ഒരു കനവില്ലല്ലോ. മക്കളൊന്നും അമ്മച്ചീനെ നോക്കണില്ലേ? നോക്കാറില്ലേ എന്നാ ചില സമയത്തുള്ളവന്റെ ഒക്കെ നോട്ടം കണ്ടാണ്ടല്ല നിന്ന് നിപ്പിലും ഉള്ളിപ്പോവും. എല്ലാരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നാ മതിയോ? എന്താ ചോദിച്ചായ ഞങ്ങളുടെ പറമ്പിലുണ്ടായ കരിക്ക. ജോയ് മോനെ അത് കുടിക്ക്. ഓ വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? എന്താണെങ്കിലും പറ, ഞങ്ങള് സാധിച്ചു തരും. എന്നാ ഞാൻ പറയട്ടെ. പറ. പറ. എനിക്ക് വെടിയിറച്ചി കിട്ടുവോ? വെടിയിറച്ചിയാ? അത്രേ ഉള്ളോ? ഏലമ്മേ, നീ അതിങ്ങ് എടുത്തോണ്ട് വാ. ശരി. അമ്മാവാ, ഉണ്ടല്ലോ അല്ലേ? 2 എണ്ണം. നീ അതങ്ങോട്ട് പിടിച്ചേ. അമ്മാവാ, ആ. വെടിവെക്ക്. വെക്ക്. ആ ഉന്നം തെറ്റല്ലേ? എന്നിട്ട് പിടി. വെടി ഇറച്ചി റെഡി. ഇനി കൊണ്ടുപോയി കറി വയ്ക്കും. ജോയിച്ചായൻ കണ്ട എന്റെ വീട്ടുകാരുടെ സ്നേഹം. ഇങ്ങനെയുള്ള സ്നേഹം അല്ല, എനിക്ക് കാട്ടിൽ നിന്നുള്ള വെടിയിറച്ചി വേണം. അമ്മാവാ, കാട്ടിൽ ചെന്ന എന്തിനെങ്കിലും വെടിവെച്ചു കൊണ്ടുപോവാ. ചെല്ലമ്മാവാ. ചെല്ലാം. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ 150 വർഷം പഴക്കമുള്ള ഈ കുപ്പിയിൽ നിങ്ങൾ ആരും തൊട്ടുപോകരുത്. ഇല്ല, ധൈര്യമായിട്ട് പോയിച്ചു വാ. പിരിഞ്ഞു പോകും നിനക്കിനി മറക്കുവാനേ കഴിയൂ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റുമോ? അതെ, ഞാനത് പറയാൻ വരികയെന്ന്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്റെ മരുമോൻ ജോയ് മോന് വേണ്ടി ഞങ്ങളൊരു കിടിലൻ സാധനം കൊടുക്കാൻ പോവുകയാണ്. ഈ തറവാട്ടിലെ കാരണവന്മാർ പാരമ്പര്യമായി കൈമാറി വന്ന 150 വർഷം കടലിനടിയിൽ പൂഴ്ത്തിവെച്ച തണുപ്പിച്ച ബ്രിട്ടീഷ് രാജാവ് സാർ റൊണാൾഡ് എഗ്മോർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ സിംഗിൾ മാൾട്ട് വിസ്കി. അതെ അപ്പച്ച, പറമോനെ, ഞാൻ കുടിക്കുകയല്ല. അതെന്നാ ജോയ് മോനെ, ക്രിസ്ത്യാനിയായിട്ട് 2 എണ്ണം അടിച്ചില്ലെങ്കിൽ സഭയ്ക്കല്ലേ മോശം? വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ കുടിക്ക്, ഞാൻ കമ്പനി തരാം. അവനെ നിർബന്ധിക്കണ്ട. അവനുള്ളതും കൂടെ ഞാൻ അടിച്ച പ്രശ്നം തീർന്നല്ലോ. അതെങ്ങനെ തീരും? അത് ഞാൻ അടിച്ചാലേ പ്രശ്നം തീരുള്ളൂ. അയ്യടാ, അങ്ങനെ ത്യാഗം ചെയ്യണ്ട. പറഞ്ഞു നിൽക്കാതെ ആ സാധനം എടുക്ക. അതിന്റെ മണെങ്കിലൊന്ന് ഞാൻ കേക്കട്ടെ. മോനെ, നിന്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് തുറക്ക്. എന്നിട്ട് ഓരോ ബാഗ് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്ക്. നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നേ? ഞാൻ ഒഴിച്ചു തരാം. ഓക്കേ ഓക്കേ. അയ്യോ ദൈവമേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കൂ? ഇന്നലെ കൂടി വെള്ളം ചേർക്കാതെ ഒരു വെക്ക് ഞാൻ അടിക്കണത് സ്വപ്നം കണ്ടതാണല്ല. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ. അപ്പച്ച, കുപ്പച്ച, എന്നാ പോക്കൃത്തടാ പട്ടി നീ കാണിച്ചു. അപ്പച്ച, ഇനി അങ്ങനെ വിളിച്ച നാക്കിയാൻ പിടിതെടുക്കും. ഒരു കുപ്പി പൊട്ടിച്ചതിനാണോ ചാച്ചാ? എടാ പൂഞ്ചോരപ്പറമ്പിലെ മൂക്കുറ്റി മോറ, ഒരു കുപ്പി പൊട്ടിക്കാൻ അറിയാത്ത നീയൊക്കെ കല്യാണം കഴിച്ചിട്ട് നീ കുപ്പി പൊട്ടിക്കല്ലടാ. എടാ ചെറ്റപ്പെറുക്കി. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? മതി, നിർത്ത്. എല്ലാരും കൂടെ അവനെ ഇങ്ങനെ തല്ലണ്ട. അമ്മച്ചി, കാന്താരി മുളക് അരച്ച് കണ്ണി തേച്ചിട്ട് പഴത്തില് ബ്ലേഡ് വെച്ച് തിന്നാൻ കൊടുക്കുക ഈ സാമദ്രോഹിക്ക്. എനിക്കൊരു 30 സെക്കൻഡ് താ. എന്റെ അഭിലാഷ അല്ല അമ്മ, എനിക്കൊരു 30 സെക്കൻഡ് താ. എനിക്കൊരു 30 സെക്കൻഡ് താ. നിർത്ത്. ജന്മഭൂമി ഭാരതം നിതാന്ത ധർമ്മ സൈകതം. എല്ലാരും കൂടെ എന്തിനാ ഇവനെ തല്ലുന്നേ? പിന്നെ തല്ലാതെ. എടാ 150 വർഷം പഴക്കമുള്ള ഈ കുപ്പി ഈ അരോചകം പൊട്ടിച്ച് അവനെ കൊല്ലണ്ടേ അവനാ? ആ, നീ പൊട്ടിച്ചല്ലടാ. നിനക്ക് വെടിയിറച്ചി വേണോ അല്ലേ? നീയാണ് ഇവിടത്തെ വെടിയിറച്ചി. ഇന്നത്തെ വെടിയിറച്ചി നീയാണടാ. എന്റെ ജോയിച്ചായന് ഇങ്ങനെ വെടിവെച്ച് കൊല്ലരുത് പ്ലീസ്. കുഞ്ഞോളെ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലണം. നരകിച്ച് വേണം ഇയാള് ചാവാൻ. One minute, please. ഈ തറവാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള കാരണവർ ഞാനാണല്ലോ.
നിങ്ങളെക്കാളൊക്കെ ലോകപരിചയവും അനുഭവ സമ്പത്തും എനിക്കുണ്ടല്ലോ. ഉണ്ട്. ദീർഘവീക്ഷണവും ത്രികാലജ്ഞാനിയുമായ ഞാൻ ഇതെല്ലാം മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സത്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ വീണു പൊട്ടിയ കുപ്പി ഒറിജിനൽ അല്ല. അയ്യോ എന്നോടൊന്നും തോന്നല്ലേ, ഞാനിപ്പോ അറിയാതെ വെടിവെച്ചു പോയേനെ. അളിയ മുത്തേ സോറി, നേരത്തെ വിളിച്ച ചെറ്റ ഞാൻ തിരിച്ചെടുത്തു. മോനെ, ഞാൻ അടിക്കരുത് എന്ന് പറഞ്ഞത് നീ കേട്ടായിരുന്നാ? ജോയിച്ചായൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. മതി മതി മതി, മാപ്പ് പറച്ചിലും കെട്ടിപ്പിടുത്തമൊക്കെ പിന്നെ. മക്കളെ, അകത്തിരിക്കുന്ന ആ ഒറിജിനൽ സാധനം ഇങ്ങെടുത്തോണ്ട് വേണം. മക്കളെ, ഒരു കുടുംബമാവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ആരും തന്നെ മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കരുത്, തമ്മിൽ തല്ലുകയും ചെയ്യരുത്. നമ്മുടെ ഈ കുടുംബത്തിൽ ഇനി വഴക്കുകൾ ഉണ്ടാകരുത്. ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കണം. അതിനായി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒറിജിനൽ വിസ്കി ഞാൻ തന്നെ തുറന്ന് എല്ലാവർക്കും പകർന്നു തരാം. നുകരൂ. എന്നാൽ ഞാനൊരു സത്യം പറയാം. ആദ്യം പൊട്ടിയതായിരുന്നു ഒറിജിനൽ സത്യം. ഓർക്കുക, ഇന്നത്തെ കാലം അത് വല്ലാത്തൊരു കാലമാണ്. മദ്യവും മയക്കുമരുന്നും ക്യാൻസർ കണക്ക് സമൂഹത്തിൻ്റെ നന്മയെ കാർന്നു തിന്നുമ്പോൾ, കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ തച്ചുടയ്ക്കുമ്പോൾ, ലഹരിക്കെതിരായി നമുക്കൊത്തൊരുമിക്കാം, കൈകോർത്തു പോരാടാം. നമ്മുടെ കുടുംബങ്ങൾ ലഹരി വിമുക്തമാകട്ടെ. പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ലഹരി, സേവനമാകട്ടെ നമ്മുടെ ലഹരി. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ പാതയിൽ, കുടുംബ ബന്ധങ്ങളുടെ കരുത്തിൽ നമുക്ക് മുന്നേറാം.